ഏറ്റവും വലിയ സംഭാവന നമ്മുടെ നാടിന്, ഈ നാട്ടിലുള്ള ഏറ്റവും അശരണരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ ജീവിതം സമർപ്പിച്ച മഹാന്റെ പേരാകും MK ഹാജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിലുള്ള നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് കടപ്പെട്ടവരാണ്. ജീവിതത്തില് 1920കളിലൊക്കെ ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത, ഭാഷ പഠിക്കാം എന്ന് പറയുമ്പോ എന്താ, നന്നായി സംസാരിക്കാൻ കഴിയുക, എഴുതാൻ കഴിയുക, ചിന്തിക്കാൻ കഴിയുക, ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതല്ലേ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് എങ്കിൽ ആ വ്യക്തിയല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, വരും തലമുറ കൂടി മെച്ചപ്പെടും എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഒരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ അയാളെ വിശപ്പ് ആ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ മാറ്റാൻ പറ്റും. ഒരാൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ചു കാലം ഒക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെയാ നിൽക്കുന്നത്? അത് ആ വ്യക്തിയിലോ ആ കുടുംബത്തിലോ അല്ല, അത് കഴിഞ്ഞു വരുന്ന ജനറേഷനിലേക്ക് അതെത്തും. ആ ചിന്തയാണ് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ നമ്മൾക്ക് ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഇടപെടലുകൾ, അത് മലബാർ മേഖലയിൽ ഇത്രയും വലിയ രൂപത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന നേതാവ്, അനിഷേധ്യനായിട്ടുള്ള നേതാവ്, കേരളത്തിൽ മാജിക് കാണിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒക്കെ എത്രയോ ആഗ്രഹിക്കുന്ന, ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. നിങ്ങളെ പോലെയുള്ള ആളുകൾ, സമൂഹത്തിനെ തിരിച്ചറിയുന്ന ആളുകൾ, നാളെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾ, നമ്മളുടെ ഇടയിൽ ഇനി എന്താണ് മാറ്റം ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്.